വിശദമായ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് UDFന്റെ തരംഗം. 100ലേറെ സീറ്റുകളുമായി UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. LDF 35 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായ തിരിച്ചടിയാണ് CPIM നേരിട്ടത്. പയ്യന്നൂർ UDF പിന്തുണയോടെ മത്സരിച്ച മുൻ CPIM നേതാവ് വി കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ CPIM മുതിർന്ന നേതാവ് G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു. അതേസമയം BJP കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നു. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, വലിയൊരു തരംഗമാണ് UDF കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ്. UDF വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കേരളത്തിൽ വൻ മുന്നേറ്റമാണ് UDF നടത്തിയത്. പ്രവചനങ്ങൾ പോലെ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം. 102 സീറ്റുകളിലാണ് UDF വിജയം ഉറപ്പിച്ചത്. 102 സീറ്റുകളിൽ UDF അധികാരം ഉറപ്പിച്ചപ്പോൾ LDF തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ മണിക്കൂറുകളിൽ അല്പസമയം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ബഹുദൂരം UDF മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് ദൃശ്യമായത്. ഏതായാലും 35 സീറ്റുകളിലാണ് നിലവിൽ ഇപ്പോൾ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം തന്നെ വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡുമൊക്കെ CPMനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. കണ്ണൂരിൽ പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പിലും സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അവിടെ വി കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദനുമാണ് അവിടെ ജയിച്ചത്. നമുക്കറിയാവുന്ന പോലെ ഇരുവരും പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് അവിടെ ഈ പാർട്ടിയിൽ നിന്ന് മാറുന്നതും പിന്നീട് സ്വതന്ത്രരായി മത്സരിക്കുന്നതും അവർക്ക് UDFന്റെ പിന്തുണ നൽകുകയും ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിയുമായി പിണങ്ങിയിറങ്ങിയ G സുധാകരൻ അമ്പലപ്പുഴയിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് UDFന്റെ പിന്തുണയോടെ ജയിച്ച് കയറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തെക്കൻ കേരളത്തിലാണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും വടക്കൻ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും തന്നെ UDFന്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന സാഹചര്യമാണ് കണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല ജില്ലകളിലും തൂത്തുവാരിക്കൊണ്ട് തന്നെ UDF പോയി. പ്രത്യേകിച്ച് എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ തന്നെ മലപ്പുറം അടക്കമുള്ള ജില്ലകൾ, വയനാട് അടക്കമുള്ള ജില്ലകൾ പൂർണ്ണമായും തൂത്തുവാരിക്കൊണ്ടാണ് UDF പോയത് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ കോഴിക്കോട് ബേപ്പൂരിൽ മാത്രമാണ് LDFന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം വിജയിച്ചു. ബാക്കി എല്ലായിടത്തും വിജയം UDFനൊപ്പമായിരുന്നു. അങ്ങനെ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. VD സതീശൻ പറഞ്ഞതിനപ്പുറത്തേക്ക് 102 സീറ്റ് എന്ന നിലയിലേക്ക് UDFന് എത്താൻ കഴിഞ്ഞു. അതേസമയം CPIMന് അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ NDAയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ NDAയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അവർ കഴിഞ്ഞ തവണ നേമത്ത് പൂട്ടിപ്പോയ ആ അക്കൗണ്ട് തുറന്നു, രാജീവ് ചന്ദ്രശേഖറിലൂടെ തുറന്നു എന്ന് മാത്രമല്ല 2 അധികമായി സീറ്റുകൾ കൂടി പിടിച്ചെടുത്തു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ NDA BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. നേമത്ത് രാവിലെ മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു മുന്നേറ്റം കാഴ്ച വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ കഴക്കൂട്ടത്തും ഒരു ശക്തമായ പോരാട്ടം രാവിലെ മുതൽ തന്നെ ദൃശ്യമായിരുന്നു. അവിടെ കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. അവസാനത്തെ റൗണ്ട് എണ്ണിത്തീർന്നതോടുകൂടി അവസാനത്തെ ലാപ്പിൽ 20 വോട്ടുകൾക്ക് അവിടെ വി മുരളീധരൻ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്നുള്ളതാണ്. അവസാനം വരെ ശക്തമായ പോരാട്ടമാണ് കഴക്കൂട്ടത്ത് നടന്നത്. അതുപോലെ തന്നെ ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരും BJPക്കൊപ്പമാണ് നിൽക്കുന്നത്. അതും BB ഗോപകുമാർ, അതും പ്രതീക്ഷിക്കാതെ അവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP 2ാം സ്ഥാനത്തെത്തിയെങ്കിലും BJP അവിടെ വിജയത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അവിടെയും വലിയ വിജയത്തിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3ഇടത്ത് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഓരോ ജില്ലകളിലേക്ക് വന്നാലും തിരുവനന്തപുരത്താണെങ്കിലും കഴിഞ്ഞ തവണ UDFനെ സംബന്ധിച്ച് കോവളം മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് കൂടുതൽ സീറ്റുകളിലേക്ക് നെയ്യാറ്റിൻകരയും പാറശാലയും അതുപോലെ തന്നെ
തിരുവനന്തപുരം സെൻട്രലും പിന്നെ കാട്ടാക്കടയും അടക്കമുള്ള സീറ്റുകൾ, വാമനപുരത്ത് ഏതാണ്ട് 45 വർഷത്തിന് ശേഷമാണ് അവിടെ UDF വിജയിക്കാൻ കഴിയുന്നത്. അങ്ങനെ വാമനപുരം അടക്കം സീറ്റുകൾ ജയിച്ചു. കൊല്ലത്ത് പുനലൂരും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുമാണ് LDF ജയിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലായിടങ്ങളും തൂത്തുവാരിക്കൊണ്ടു പോകുന്ന കാഴ്ച UDF ഭാഗത്തു നിന്ന് കണ്ടു. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. KB ഗണേഷ് കുമാർ അവിടെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുമ്പിൽ തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ കോന്നിയിൽ മാത്രമാണ് LDF വിജയിക്കാൻ കഴിഞ്ഞത്. അത് അവസാന നിമിഷമാണ് കോന്നിയിൽ KU ജനീഷ് കുമാർ, ഇപ്പോഴത്തെ സിറ്റിംഗ് MLA കൂടിയായ ജനീഷ് കുമാർ അവിടെ ജയിച്ചു കയറിയത്. ബാക്കി എല്ലായിടത്തും കനത്ത തോൽവി ഏറ്റുവാങ്ങി. നമുക്കറിയാവുന്ന പോലെ മന്ത്രി വീണ ജോർജ് അവിടെ ആറന്മുളയിൽ അബിൻ വർക്കിയോട് പരാജയപ്പെട്ടു. ഏതാണ്ട് 9000-ന് മുകളിൽ വോട്ട് നേടിയാണ് അബിൻ വർക്കി ആറന്മുളയിൽ വിജയിച്ച് കയറിയത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ടു. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും ചേർത്തലയിലുമാണ് LDF വിജയിച്ചത്. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ മാവേലിക്കരയിൽ നിലവിലെ MLA കൂടിയായ MS അരുൺകുമാർ എന്നിവരാണ് ജയിച്ചത്. ചേർത്തലയിൽ മന്ത്രി P പ്രസാദും ജയിച്ചു. അതേസമയം ആലപ്പുഴയിൽ കായംകുളം അടക്കമുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു. കായംകുളം, ആലപ്പുഴ, അതുപോലെ തന്നെ ഹരിപ്പാട്, അതുപോലെ തന്നെ ചേർത്തല, അരൂരടക്കമുള്ള സീറ്റുകൾ LDF സംബന്ധിച്ച് നഷ്ടമായി. അതിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് ഒരു വലിയ മാറ്റം സംഭവിച്ചത്. അതായത് അമ്പലപ്പുഴയിൽ നമുക്കറിയാവുന്നതുപോലെ UDF മുതിർന്ന CPM നേതാവ് G സുധാകരനാണ് അവിടെ UDF പിന്തുണയോടുകൂടി മത്സരിച്ചത്. നമുക്കറിയാവുന്ന പോലെ G സുധാകരൻ പാർട്ടിയുമായി പിണങ്ങി ഇറങ്ങുകയാണ് ചെയ്തത്. രൂക്ഷമായ വിമർശനങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങിയ G സുധാകരൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. G സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ H സലാമിനെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി വിജയിച്ച് വരികയാണ് ചെയ്തത്. ഏതായാലും എറണാകുളത്ത് മുഴുവൻ സീറ്റുകളും UDF വിജയിച്ചു കയറി. കഴിഞ്ഞ തവണ കോതമംഗലവും വൈപ്പിനും കൈവിട്ട UDF ഇത്തവണ അത് രണ്ടും തിരിച്ച് പിടിച്ചു. വൈപ്പിനിൽ ടോണി ചെമ്മണിയും അതുപോലെ തന്നെ കോതമംഗലത്തെ ഷിബു തെക്കുംപുറവും വിജയിച്ചു. അങ്ങനെ എല്ലാ സീറ്റുകളും നേടിയാണ് അവിടെ നിന്ന് പോകുന്നത്. കോട്ടയത്തും വൻ മുന്നേറ്റമാണ് UDF നടത്തിയത്. അവിടെ എല്ലാ സീറ്റുകളും UDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള കോൺഗ്രസ് എം സമ്പൂജരായി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്ന പോലെ അവർക്ക് വലിയ മുന്നേറ്റമൊക്കെ അവരുടെ ശക്തി കേന്ദ്രമാണ് കോട്ടയം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ കൂടെ നിന്ന ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും അതുപോലെ തന്നെ പൂഞ്ഞാറും കേരള കോൺഗ്രസ് എമ്മിനെ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വന്തം തട്ടകമായ പാലയിൽ തുടർച്ചയായ രണ്ടാം തവണയും ഈ കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടു. ഇത്തവണ പാലയിൽ ഇറങ്ങിയത് ജോസ് കെ മാണിയാണ്. പാർട്ടിയുടെ ചെയർമാൻ കെ മാണിയുടെ മകൻ എന്ന നിലയിൽ ഒക്കെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി മത്സരിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ ജോസ് കെ മാണി ഇറങ്ങിയാൽ മണ്ഡലം തിരികെ വരുമെന്നൊരു പ്രതീക്ഷ കേരള കോൺഗ്രസ് എമ്മിനും LDF ഉണ്ടായിരുന്നു. പക്ഷേ ജോസ് കെ മാണിയെ കൈവിടുകയാണ് ചെയ്തത്. അവിടെ മാണി സി കാപ്പൻ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ശക്തമായ പോരാട്ടമാണ് പൂഞ്ഞാറിൽ നടന്നത്. പൂഞ്ഞാറിൽ പക്ഷേ അവിടെ AJ സെബാസ്റ്റ്യൻ ജയിച്ചിരിക്കുന്നു UDF. ഇടുക്കിയെ സംബന്ധിച്ച ദേവികുളം അടക്കം മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടം നടന്നുവെങ്കിലും അവിടെയും ഇടുക്കിയിൽ UDF ഒരു മുന്നേറ്റം തന്നെയാണ് കണ്ടത്. തൃശ്ശൂരിൽ പിന്നെയും LDF നില കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് വലിയ തട്ടുകേടില്ലാതെ കടന്നു പോകാനായി കഴിഞ്ഞു. അതേസമയം പാലക്കാടിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് ഈ പാലക്കാട് മണ്ഡലം തന്നെയാണ്. അവിടെ രാവിലെ മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വളരെ സമയം ലീഡ് നിലയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അത് പതിയെ മാറുകയും ചെയ്തിരുന്നു. പതിയെ മാറി രമേശ് പിഷാരടി ലീഡ് തിരിച്ചു പിടിച്ച ഏതാണ്ട് 12,000-ഓളം വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് മന്ത്രി MB രാജേഷ് തൃത്താലയിൽ തോറ്റു. അവിടെ തുടക്കം മുതൽ തന്നെ ഈ VT ബൽറാമിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഏതായാലും മന്ത്രി MB രാജേഷ് പരാജയപ്പെട്ടിരിക്കുന്നു. എറണാകുളത്തെ മന്ത്രി P രാജീവും അതുപോലെ തന്നെ
തൃശ്ശൂരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പരാജയപ്പെട്ടു എന്നുള്ളതും ഇതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 10ഓളം മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്തവണ LDFനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു തോൽവി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകൾ പോലും ഇത്രയും വലിയൊരു തോൽവി പ്രവചിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ തോൽവിയുടെ കാരണങ്ങൾ CPM പഠിക്കുമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനമൊട്ടാകെ UDFന്റെ വലിയൊരു തരംഗം തന്നെയാണ് നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 100-ലേറെ സീറ്റുകളുമായി UDF അധികാരവും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 10 വർഷത്തെ ഇടതിന്റെ ഭരണം താഴെ ഇറക്കിക്കൊണ്ടുള്ള വലിയൊരു വിജയമാണ് UDF സ്വന്തമാക്കിയിട്ടുള്ളത്. LDF 35 സീറ്റുകളിലാണ് ഒതുങ്ങിപ്പോയിരിക്കുന്നത്. ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായ തിരിച്ചടിയാണ് CPM നേരിടേണ്ടി വന്നത്. ഈ CPMന്റെ കോട്ടകളെല്ലാം തകർത്തുകൊണ്ടുള്ളൊരു വിജയം തന്നെയാണ് UDF നേടിയിട്ടുള്ളത്. പയ്യന്നൂർ UDFന്റെ പിന്തുണയോടെ മത്സരിച്ച മുൻ CPIM നേതാവായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച TK ഗോവിന്ദനും, അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ CPIM മുതിർന്ന നേതാവായിട്ടുള്ള G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയൊരു വിജയം തന്നെയാണ് UDF നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ BJP നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. BJP കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.